ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു എയർ ഫ്രയർ റെസിപ്പിയാണ്. എയർ ഫ്രയർ ചിക്കൻ വിങ്സ് റെസിപ്പി. അപ്പം അധികം മസാലയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഗാർലിക് പേസ്റ്റാണ്. ഗാർലിക്ക് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, ജിഞ്ചർ ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. ഫ്രിഡ്ജിൽ അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറെല്ലാം ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റാണ് നമ്മളിപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഇതിന് 2 ട്രേ ഉള്ളതുകൊണ്ട് രണ്ടും ഞാൻ ഒരേപോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റ് നേരത്തേക്ക് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെക്കാം. ബട്ടർ പേപ്പറോ പാർച്ച്മെൻറ്റ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വിങ്സ് ഇതിൽ നിരത്തി വെക്കാം. ഒരു തവണ തന്നെ കൂടുതലൊന്നും വെക്കണമെന്നില്ല. ഇതിപ്പോൾ 2 ട്രേ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ 3 എണ്ണമാണ് വെക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ ട്രേയിലും ഞാൻ 3 എണ്ണം വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എയർ ഫ്രയറിലെ ഹീറ്റ് സെറ്റ് ചെയ്യാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. 2 ട്രേയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് 10 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് സെറ്റ് ചെയ്തു. ഇനി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിക്കൻ വിങ്സ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു ട്രേയിലേക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ 2 സൈഡ് മറിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഡയറക്റ്റ് തന്നെ അത് ചൂടിൽ ആയി കിട്ടും. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മറിച്ചിടാം. ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു 12 മിനിറ്റ് നേരത്തേക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും നമുക്കിതിനെ എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 12 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് പുറത്തെടുത്ത് നോക്കാം. പുറത്തെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നുമില്ല, അധികം മസാലയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൽ ഗാർലിക് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഉള്ളതെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ വിങ്സിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എയർ ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള വിഭവങ്ങൾ റെസിപ്പിയായിട്ട്
ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.